അഭിഷേക് അപ്പച്ചനെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ? പൊളിച്ചേട്ടാ അടിപൊളി പൊരിച്ചു താങ്ക് യു. അല്ലല്ല രാജു പുറത്തുനിന്ന് കയറ്റി നോക്കിക്കോ അവിടെ അല്ലെങ്കിൽ ബ്ലോക്കാവും. നെറ്റ് കട്ടായി ലൈക്ക് അടിക്കുക മക്കളെ, ലൈക്ക് അടിക്കുക, മാക്സിമം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യേ. ഐശ്വറിന്റെ ലൈവ് 10 Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ
ഹലോ 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 എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു എന്താ പറയുക നാട്ടുകാരുടെ സ്നേഹവും കുടുംബക്കാരുടെ സ്നേഹവും ഒക്കെ കിട്ടുന്നത്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി കോടന്നൂരിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കോടന്നൂരിന്റെ പേര് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പോലും കോടന്നൂരിന്റെ പേര് പറയാതെ ഞാൻ ആ വീട്ടിൽ നിന്നിട്ടില്ല. എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഞാൻ ആരോടെങ്കിലും ഒക്കെ കോടന്നൂർ 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 എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ തിരിച്ചുവരവില് നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ അർത്ഥവത്തായി എന്ന് അറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാട് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ ഇനിയും ആ പേര് എല്ലായിടത്തും മുഴങ്ങി കേക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ്. അപ്പം എന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇനി അടുത്ത നാളുകളിൽ നമ്മുടെ അവിടേക്കൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ നമ്മുടെ നാടിനെ പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിലേക്ക് നമ്മുടെ കോടന്നൂർ എന്ന് പറയുന്ന വാക്ക് ഇനി കോടന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം. പിന്നെ നിങ്ങൾ അനീഷേട്ടാന്ന് വിളിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ വളരെ വലുതാണ് എന്തായാലും. ഷെർവിൻ ഒരിക്കലുമില്ല. പക്ഷെ നമ്മുടെ നാട്ടുകാര് വരും എന്നുള്ള കുറച്ച് വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പൊ വന്നു. പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ ഓരോ ചുവട് വെപ്പിലും നാട്ടുകാര് എന്റെ കൂടെ നിന്നു, എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ അവരോടൊക്കെയുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. Thank you. Oh, എന്തോ സമയം കിട്ടുമ്പോ തീർച്ചയായിട്ടും വരും വന്നിരിക്കും. ഷാനോസ് വരും. ഷാനോസ് വിത്ത് ഫാമിലി വരും എന്തായാലും. ടയർമ കയറില്ല കേട്ടോ. വണ്ടിയുടെ ടയറും ഒക്കെ ഓക്കെ. ഷെർവിൻ അവരോട് പറ. തീർച്ചയായിട്ടും എന്റെ നാട്ടുകാരുടെ ഒരു സപ്പോർട്ടും പിന്തുണയോടും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്റെ കാലിക്കാല് ഞാൻ പറഞ്ഞില്ലേ, നാടിന്റെ ഒരു പിന്തുണ എല്ലാ കാലത്തും കിട്ടി വളർന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ സ്വീകരണം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ആ ഒരു സ്വീകരണം എത്രമാത്രം വലുതാവുന്നു എന്നറിയുന്നതിൽ ഒരുപാട് അവിടെ വെച്ച് കാണാം. താങ്ക് യു.
വൈകിട്ട് തെറ്റിയാ എന്തോ സുപ്രഭാതം. താങ്ക് യു. വണ്ടി ഓടിക്കാൻ മതിയോ? ഫോട്ടോ എടുക്കണ്ടേ? എവിടെയാണ് അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ എവിടെയാണ് നാട് എന്ന് പറഞ്ഞപ്പോ കോടന്നൂരാണ് നാട്, തൃശ്ശൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, സഹമത്സരാർത്ഥികൾ കോടന്നൂരോ അത് എവിടെയാണ് എന്ന് ചോദിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പോകെ അവര് തന്നെ കോടന്നൂർ വരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയായി. തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇവിടേക്ക് വരാനായിട്ട്. തീർച്ചയായിട്ടും വരും. അപ്പോൾ ഒരിക്കൽ കൂടെ കോടന്നൂരിനോടുള്ള നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ ഫാമിലി അപ്പോൾ അവരും എൻ്റെ ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ നിന്നു. അപ്പോൾ അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. പിന്നെ ഗ്യാങ്സ് പള്ളിമൂലയോടുള്ള നന്ദി അറിയിക്കുന്നു. ഇത്രയും മൊമെൻ്റൊക്കെ തന്നതിന്. പിന്നെ സർവോപരി എൻ്റെ നാട്ടുകാർ, നന്മ നിറഞ്ഞ കോടന്നൂർക്കാർ, അവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. നമ്മുടെ നാടിൻ്റെ പേര്, കോടന്നൂരിൻ്റെ പേര് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തി. ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചിട്ട് കോടന്നൂരിനെ ഇത്ര പോപ്പുലറാക്കാൻ പറ്റി. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക ചരിത്രത്തിൽ ഏറ്റവും തിളക്കമാർന്നൊരു ഗ്രാമമായിട്ട് കോടന്നൂർ മാറും. ഉറപ്പാണ്. അങ്ങനെ തന്നെ ആവണമല്ലേ?
മതി